കണ്ണൂർ സർവകലാശാലയിലേക്ക് SFI പ്രവർത്തകർ നടത്തുന്ന മാർച്ചാണ്. കേരളത്തിലെ വിവിധ സർവകലാശാലകളിലേക്ക് SFIയുടെ മാർച്ച് നടക്കുകയാണ്. കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നു. അതിനെതിരായിട്ടുള്ള പ്രതിരോധം എന്ന നിലയിലാണ് ഇടത് വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ മാർച്ച് ഇപ്പോൾ കാണുന്നത്. പോലീസ് ബാരിക്കേഡ് ഉയർത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ കയറി നിന്നുകൊണ്ട് SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. ബാരിക്കേഡ് മറികടന്ന് പുറത്തേക്ക് കടക്കാൻ SFI പ്രവർത്തകർ ശ്രമിക്കുന്നു, അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. അവിടെ പോലീസ് അവരെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. SFI പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് അവർ മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധം എന്ന മുദ്രാവാക്യ വിളികളുമായിട്ടാണ് SFI പ്രവർത്തകർ. അല്പം മുൻപ് നമ്മൾ കണ്ടത് കാലിക്കറ്റ് സർവകലാശാലയിലെ വൈസ് ചാൻസലറുടെ ഓഫീസിന് നേരെ നടന്ന മാർച്ചാണെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് കണ്ണൂർ സർവകലാശാലയിൽ SFI പ്രവർത്തകർ നടത്തുന്ന മാർച്ചാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. ഈ ബാരിക്കേഡ് മറികടക്കാൻ വേണ്ടി SFI പ്രവർത്തകർ ശ്രമിക്കുമ്പോൾ അതിനെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് നേരിടുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ SFI പ്രതിരോധം തീർത്തുകൊണ്ട് നടത്തുന്ന പ്രതിഷേധ സമരങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള സർവകലാശാലയിലെ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെയും അതിന്റെ പശ്ചാത്തലത്തിലാണ് SFIയുടെ പ്രതിഷേധ മാർച്ച് ഇന്ന് വിവിധ സർവകലാശാലകളിൽ നടക്കുന്നത്. അല്പം മുൻപ് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഓഫീസിലേക്ക് SFI മാർച്ച് നടത്തി. ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയിലേക്ക് SFI നടത്തുന്ന മാർച്ച് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് നേരിടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ SFI മാർച്ച് ഒരു സംഘർഷത്തിന്റെ വക്കിലാണെന്ന് തോന്നുന്നു. അവിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അരുൺ, ഈ പ്രതിഷേധ മാർച്ച് ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നു എന്നതാണ് കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. ഇപ്പോൾ SFI പ്രവർത്തകർ മാർച്ചായി കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തി. 2 തവണയായി ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നു. SFI പ്രവർത്തകർ അതിന് വഴങ്ങുന്നില്ല എന്നതാണ്. വലിയ വിദ്യാർത്ഥി പങ്കാളിത്തം SFIയുടെ മാർച്ചിട്ടുണ്ട്. കേരളത്തിലെ സർവകലാശാലയിലേക്ക് എല്ലാ സർവകലാശാലയിലേക്കും ഇത്തരത്തിലുള്ള മാർച്ചുകൾ സംഘടിപ്പിക്കുന്നത് പ്രധാനമായും ഈ സംഘപരിവാർ വൽക്കരണം, സർവകലാശാലയിൽ സംഘപരിവാർ വൽക്കരണം നടത്താൻ ഈ ഗവർണർ ശ്രമിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് SFIയുടെ മാർച്ചുകൾ നടത്തുന്നത്. അതോടൊപ്പം VC-യുടെ നടപടികൾ, RSSന് അനുകൂലമായിട്ടുള്ള നടപടികൾ സർവകലാശാല VC-മാർ നടത്തുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് SFI സർവകലാശാലകളിലേക്ക് മാർച്ച് നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് കണ്ണൂർ സർവകലാശാലയിലേക്ക് SFIയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മാർച്ച് നടക്കുന്നു. ഇപ്പോൾ 3 റൗണ്ടായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. അതോടൊപ്പം പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് നമുക്ക് തത്സമയം കാണാൻ കഴിയുന്നത്. വലിയ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തമുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു സംഘർഷ സാഹചര്യം, സംഘർഷാവസ്ഥ നിലനിൽക്കും എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് വലിയ തോതിൽ ഈ പോലീസിന്റെ വലിയ ഫോഴ്സും വിന്യസിച്ചിരുന്നു. ഇതെല്ലാം മറികടന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തിയത്. ഇപ്പോൾ 4ാം തവണയും ജലപീരങ്കി പ്രയോഗിച്ച് 4 റൗണ്ടുകളിലായി മാർച്ച് ഇവിടെ ഈ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയ ഘട്ടത്തിൽ തന്നെ 4 തവണയായി ഇപ്പോൾ ഈ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. പക്ഷേ പ്രവർത്തകരെ തിരിച്ചുവിടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനിടെ ചില പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് കടന്നിട്ടുമുണ്ട്. എന്തായാലും ഒരു സംഘർഷാവസ്ഥയിലേക്ക് കണ്ണൂർ സർവകലാശാലയിലേക്ക് SFI നടത്തിയ മാർച്ച് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂർ സർവകലാശാലയിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ മാർച്ച് അത് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നു. 4 റൗണ്ടായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ വേണ്ടി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് വിവിധ സർവകലാശാലകളിലേക്ക് SFI ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചത്. നേരത്തെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചും സംഘർഷത്തിന്റെ വക്കിലെത്തിയിരുന്നു. ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയിൽ SFI നടത്തുന്ന പ്രതിഷേധ മാർച്ച് ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് പോലീസ് നേരിടുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കേരള സർവകലാശാലയിൽ ഭാരതാംബ ചിത്ര വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സാഹചര്യങ്ങളും അതിനെ തുടർന്നുള്ള
പുതിയ അതിൽ തുടർന്നുള്ള സാഹചര്യങ്ങളിലുമാണ് ഇപ്പോൾ SFI അവരുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. കാവ്യവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധം എന്ന നിലയിലാണ് ഇടത് വിദ്യാർത്ഥി സംഘടനയായ SFI ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പോലീസ് ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് SFI പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുന്നു. 4 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടും പിരിഞ്ഞു പോകാതെ ചിതറിപ്പോകാതെ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളികളുമായി അവരുടെ പ്രതിഷേധം കനപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയുടെ മുറ്റത്ത് നമ്മൾ കാണുന്നത്. അരുൺ പൂപ്പറമ്പ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഇത് 4 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. അവർ ചിതറി ഓടിയിട്ടില്ല. മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡ് മറികടക്കാനാണല്ലോ വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെ? വിദ്യാർത്ഥികൾ, അതായത് SFI പ്രവർത്തകർ ഏതെങ്കിലും നിലയിൽ പിരിഞ്ഞു പോകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ സമരത്തിൽ പ്രതിഷേധ മാർച്ചിൽ വിദ്യാർത്ഥികളുടെ വലിയ പങ്കാളിത്തമുണ്ടായിരുന്നു. സർവകലാശാല ആസ്ഥാനത്ത് ഏകദേശം സർവകലാശാല ആസ്ഥാനത്തിന് 100 മീറ്റർ അകലെ വെച്ചാണ് സർവകലാശാല ആസ്ഥാനത്തിന് 100 മീറ്റർ അകലെ വെച്ചാണ് ബാരിക്കേഡ് ഉയർത്തി പോലീസ് വിദ്യാർത്ഥികളെ തടഞ്ഞിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ബാരിക്കേഡുകൾ മറികടന്ന് ചാടിക്കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. വിദ്യാർത്ഥികൾ ചിതറി ഓടിയിട്ടില്ല. അവർ പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി അവിടെ തന്നെ തുടരുകയാണ്. 2 സർവകലാശാലകളുടെ മുന്നിൽ നടക്കുന്ന SFI പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഓഫീസിന് മുന്നിൽ നടത്തുന്ന SFIയുടെ പ്രതിഷേധം. അവരെ പോലീസ് നേരത്തെ അവിടെ നിന്ന് നീക്കാൻ ശ്രമിച്ചെങ്കിലും അത് സാധിച്ചിട്ടില്ല. കണ്ണൂർ സർവകലാശാലയുടെ തിരുമുറ്റത്താണ് അവിടെ ഇപ്പോൾ SFI പ്രതിഷേധം മുദ്രാവാക്യങ്ങളുമായി ഒത്തുകൂടിയിരിക്കുന്നത്. പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടയാൻ ശ്രമിച്ചെങ്കിലും ബാരിക്കേഡ് ചാടിക്കടന്നുകൊണ്ട് വിദ്യാർത്ഥികൾ അവരുടെ പ്രതിഷേധം അറിയിക്കുന്നു. 4 റൗണ്ട് ജലപീരങ്കി കണ്ണൂർ സർവകലാശാലയിലെ SFI പ്രതിഷേധത്തെ നേരിടാൻ പോലീസ് ഉപയോഗിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ആ പ്രതിഷേധം തണുത്തിട്ടില്ല. അവിടെ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധക്കാർ തടിച്ചുകൂടിയിരിക്കുകയാണ്. കണ്ണൂർ, കാലിക്കറ്റ് സർവകലാശാലകളിൽ SFI പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധം കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ നടത്തുന്ന രാഷ്ട്രീയ ശ്രമങ്ങൾക്ക് പിന്നിൽ മുട്ടുമടക്കില്ല എന്ന മുദ്രാവാക്യം വിളികളുമായിട്ടാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കാലിക്കറ്റ് സർവകലാശാല VC ഓഫീസിന് മുന്നിൽ SFI പ്രവർത്തകർ തടിച്ചുകൂടിയ ദൃശ്യങ്ങളാണ് സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കാണുന്നത്. മറ്റൊന്ന് കണ്ണൂർ സർവകലാശാലയിൽ SFI പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. അവിടെ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച ശേഷം ഉള്ള ദൃശ്യങ്ങളാണ്. ബാരിക്കേഡുകൾ ഉയർത്തി കണ്ണൂർ സർവകലാശാലയിൽ പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ 2 സർവകലാശാലകളിലും SFI നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുദ്രാവാക്യ വിളികളുമായിട്ടാണ് ഇടത് വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ പ്രതിഷേധം ഇന്ന് നടക്കുന്നത്. കാവ്യവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം എന്നാണ് SFI ഈ സമരത്തിന് നൽകുന്ന ന്യായം. അരുൺ പൂപ്പറമ്പ ഞങ്ങളുടെ കണ്ണൂരിലെ പ്രതിനിധി തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, പുതിയ വിവരങ്ങൾ. അജിക്ക് ഇപ്പോഴും മാർച്ച് തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ 4 തവണയായി പോലീസ് 4 റൗണ്ടായി ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി, കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. ഇപ്പോഴും ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന SFI പ്രവർത്തകർ ഈ കവാടത്തിന് മുന്നിൽ ഈ ബാരിക്കേഡ്, പോലീസ് തീർത്ത ബാരിക്കേഡിന് മുന്നിൽ ഇപ്പോഴും തുടരുകയാണ്. അതിനിടെ ചില പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്ന് സർവകലാശാല ആസ്ഥാനത്തെ കൂടി കടക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഈ ഉദ്ഘാടന പ്രസംഗം ഉൾപ്പെടെ ഇനി ഇപ്പോൾ നടക്കും. അതിനുശേഷവും ഈ സംഘർഷാവസ്ഥ തുടരുമോ എന്നതാണ് അറിയേണ്ടത്. ഇപ്പോൾ ചില പ്രവർത്തകർ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക്, അതായത് ബാരിക്കേഡ് മറികടന്ന് ആസ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്ത് SFIക്കാർ നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ വൈസ് ചാൻസലർ ഓഫീസിന് മുന്നിലാണ് SFI പ്രവർത്തകർ തടിച്ചുകൂടി മുദ്രാവാക്യം വിളികളുമായി ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മൾ കണ്ണൂരിൽ കാണുന്നത് ജലപീരങ്കി പ്രയോഗിച്ച ശേഷവും ചിതറിപ്പോകാതെ മുദ്രാവാക്യം വിളികളുമായി നിൽക്കുന്ന SFI പ്രവർത്തകരുടെ ദൃശ്യങ്ങളാണ്. കണ്ണൂരിൽ, കോഴിക്കോട്ടും 2 ഇടങ്ങളിലും 2 സർവകലാശാലകളിലും SFI നടത്തുന്ന പ്രതിഷേധം കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചാണ്. അതിനെതിരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പ്രതിരോധം എന്ന നിലയിലാണ് ഇടത് വിദ്യാർത്ഥി സംഘടനയായ SFI ഇന്ന് പ്രതിഷേധ സൂചകമായി മാർച്ച് നടത്തുന്നത്. ഇരു
സർവകലാശാലകളിലും SFIയുടെ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലകളിൽ ബാരിക്കേഡ് ഉയർത്തിയാണ് SFI പ്രതിഷേധത്തെ പോലീസ് തടയാൻ ശ്രമിച്ചത്. ബാരിക്കേഡുകൾ മറികടക്കാൻ SFI പ്രവർത്തകർ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 4 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ച ശേഷവും വിദ്യാർത്ഥികൾ ചിതറി ഓടിയിട്ടില്ല. അവർ മുദ്രാവാക്യ വിളികളുമായി അവിടെ തുടരുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ വൈസ് ചാൻസലർ ഓഫീസിന് മുന്നിൽ SFI നടത്തുന്ന പ്രതിഷേധം പ്രേക്ഷകർക്ക് സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കാണാം. അവിടെ പോലീസ് എത്തി അവരെ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. സമീർ ബിൻ കരീം, ഞങ്ങളുടെ പ്രതിനിധി, കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സമീർ, ഇപ്പോഴും ഈ വൈസ് ചാൻസലറുടെ ഓഫീസിന് മുന്നിൽ SFI പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരെ നീക്കാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഫലം കണ്ടിട്ടില്ല. മുദ്രാവാക്യ വിളികളുമായി അവർ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്താണ് SFI പ്രവർത്തകരുടെ മുദ്രാവാക്യം? എന്താണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മുന്നിൽ? നിലവിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുൻപിൽ പ്രവർത്തകർ ഇരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഒരു ഭാഗത്ത് പ്രവർത്തകർ ഈ അടച്ചിട്ട വാതിൽ തുറന്നകത്തേക്ക് കടക്കാനുള്ള ശ്രമവും ഒരു ഭാഗത്ത് പോലീസ് നിലവിൽ സമീപനം പാലിച്ചിരിക്കുകയാണ്. ഗ്ലാത്തി വീശാനോ അല്ലെങ്കിൽ മറ്റൊരു നടപടിയിലേക്കോ പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതാണ്. അല്പസമയം മുൻപാണ് SFIയുടെ നേതൃത്വത്തിൽ വൈസ് ചാൻസലർ P. രവീന്ദ്രന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ സമരവുമായി SFI എത്തിയത്. VCയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് സമീപം ഈ പ്രതിഷേധ സമരം പോലീസ് തടയുകയായിരുന്നു. മാത്രമല്ല ഈ ഓഫീസിന്റെ ഡോറെല്ലാം തന്നെ അടച്ചിടുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളിലേക്ക് പോവുകയും അതൊരു നേരിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് വഴിമാറുകയും ചെയ്തിട്ടുള്ളത്. പ്രവർത്തകർ അകത്ത് പോകാൻ ശ്രമിച്ച് തടഞ്ഞതോടുകൂടി പോലീസിന് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായി. മാത്രമല്ല ഈ കല്ലടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ ബ്ലോക്കിന്റെ ഡോറിന് തകർക്കാനും പ്രവർത്തകർ ശ്രമിച്ചു. ഇപ്പോൾ നിലവിൽ ഒരു ശാന്തമായിരിക്കുകയാണ്. SFIയുടെ നേതാക്കൾ ഇപ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. കാര്യമായ അക്രമം നിലവിൽ നടക്കുന്നില്ല. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായി മാറിയിരിക്കുകയാണ്. ഈ ചാൻസലർ ഇടപെട്ടുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ KSU നേതാവിന് മാർക്ക് ദാനം ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് SFI അല്പസമയം മുൻപ് പ്രതിഷേധ മാർച്ചുമായി ഇങ്ങോട്ടേക്ക് എത്തിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലെ വിവിധ കോളേജുകളിലെ SFI പ്രവർത്തകരാണ് വലിയ തോതിലുള്ള ഒരു ജനപങ്കാളിത്തത്തോടു കൂടി പ്രതിഷേധ മാർച്ചുമായി ഇങ്ങോട്ടേക്ക് എത്തിയത്. ആ മാർച്ചാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ശാന്തമായിരിക്കുകയാണ്. നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. സ്ഥിതികൾ നിലവിൽ ശാന്തമായി മാറിയിട്ടുണ്ട്. ഏതായാലും ഈ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി ബന്ധപ്പെട്ട നടപടികളുമെല്ലാമാണ് ഇത്തരമൊരു വിവിധ സർവകലാശാലയിലേക്ക് SFI ഒരു പ്രതിഷേധ മാർച്ച് നടത്താനുള്ള കാരണമായി മാറിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് കാലിക്കറ്റിലേക്കും SFIയുടെ മാർച്ച് നടക്കുന്നത്. GK.